ലോകത്തിലെ നാലാമത്തെ വലിയ രാജ്യമായ അമേരിക്കയേക്കാൾ വലുതാണ് സഹാറ മരുഭൂമി. 10ഓളം ഫ്രാൻസ് നിസ്സാരമായി സഹാറയിൽ ഉൾക്കൊള്ളിക്കാം. ഏറ്റവും ചൂടുള്ള മരുഭൂമിയായ സഹാറയുടെ വിസ്തീർണം 80.6 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. എന്നാൽ സഹാറ പണ്ട് മുതൽക്കേ മരുഭൂമിയായിരുന്നില്ല. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് സഹാറ പച്ചപുതച്ച പ്രദേശമായിരുന്നു അത്രേ. 20 ലക്ഷത്തോളം ആളുകൾ അവിടെ താമസിക്കുകയും ധാന്യങ്ങളും മറ്റു കൃഷികളും ചെയ്തിരുന്നു. പക്ഷേ കാലക്രമേണ അതെല്ലാം മാറിമറിയുകയായിരുന്നു. മരുഭൂമിയിലെ തീവ്രത എത്രത്തോളമാണെന്ന് ആടുജീവിതം എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടതായിരിക്കും. എന്നാൽ ചുട്ടുപൊള്ളുന്ന സഹാറ മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് സഹാറ മരുഭൂമിയെ കാടാക്കി മാറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ആ അത്യപൂർവ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ ഓരോ വർഷവും സഹാറ മരുഭൂമി 7600 സ്ക്വയർ കിലോമീറ്റേഴ്സ് വളർന്നു വരികയാണെന്നാണ് കണക്ക്. അതായത് 1920-ലെ സഹാറ മരുഭൂമി ഇപ്പോൾ 10% മരുഭൂമിയായി മാറിയിരിക്കുന്നു എന്നർത്ഥം. അതിനാലാണ് ആഫ്രിക്കൻ യൂണിയൻ 2007-ൽ ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്ന പേരിൽ സഹാറ മരുഭൂമിയുടെ നടുവിലൂടെ ഒരു വനം നിർമ്മിച്ചെടുക്കാൻ പദ്ധതിയിട്ടത്. എന്നാൽ മരുഭൂമിയിൽ നമ്മുടെ നാട്ടിലെ പോലെ മരങ്ങൾ നട്ടുവളർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്തരം കാലാവസ്ഥയിൽ മരങ്ങൾ വളരുമോ എന്നതുപോലും സംശയമാണ്. അതിനാൽ തന്നെ സഹാറ മരുഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയിട്ടുള്ള പല പദ്ധതികളും പരാജയത്തിലാണ് ചെന്നെത്തിയിട്ടുള്ളത്. അതിനുള്ള പ്രധാന കാരണം അവിടെയുള്ള കാലാവസ്ഥയും മഴയുടെ ലഭ്യതക്കുറവും തന്നെയായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് നീഗർ എന്ന രാജ്യം വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നിക്കിലൂടെ മരങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമങ്ങൾ നടത്തിയത്. ആഫ്രിക്കയിലെ തന്നെ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ് നീഗർ. ആ രാജ്യത്തിലുള്ള 80% പേരും വരുമാനത്തിനായും അതിജീവനത്തിനായും ആശ്രയിക്കുന്നത് കൃഷിയെയാണ്. നീഗറിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള നവോമി എന്ന പട്ടണത്തിൽ നിന്നും 55 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. അതിനായി അവിടെയുള്ള ആളുകൾ 120 ഹെക്ടറോളം സ്ഥലമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായി തിരഞ്ഞെടുത്തത്. കൂടാതെ ഈ പദ്ധതിക്ക് നീഗർ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും പ്രദേശത്ത് ഗം അറബിക് ട്രീ എന്നൊരു മരമാണ് വളർത്താൻ തീരുമാനിച്ചത്. വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളിൽ നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്ന് വളരുന്ന ഒരു മരമാണിത്. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ മരത്തിൽ നിന്നും ലഭിക്കുന്ന മരപ്പശ മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. കൂടാതെ ഈ മരത്തിൻ്റെ തടി വിറകായും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവയൊന്നും കൂടാതെ ഈ മരങ്ങൾക്ക് അന്തരീക്ഷത്തിലെ നൈട്രജൻ്റെ അളവ് ക്രമീകരിക്കാനും കഴിഞ്ഞില്ല. ഈ മരങ്ങൾക്ക് ഏത് കാലാവസ്ഥയിൽ അതിജീവിക്കാനും കുറഞ്ഞ ജലത്തിൽ സർവൈവ് ചെയ്യാനും കഴിയും. ഇതൊക്കെ കൊണ്ടാണ് ജനങ്ങൾ ഇതിനായി ഈ മരത്തെ സെലക്ട് ചെയ്തത്. ഈ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നിക്ക് അറിയപ്പെടുന്നത് ഡെമിലൂൺസ് എന്ന പേരിലാണ്. ബോൺസ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ ഈ ടെക്നിക്കിനായി സെമി സർക്കുലർ ഹോൾസ് നിർമ്മിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുക. ഈ ഹോൾസിൻ്റെ ആഴത്തിനും നീളത്തിനും വീതിക്കുമെല്ലാം പ്രത്യേകമായ മെഷർമെൻറ്റുകളുണ്ട്. കൂടാതെ ഈ ഹോളുകൾ ഭൂമിയുടെ സ്ലോപ്പിന് അടിസ്ഥാനമാക്കിയും മഴ പെയ്യുന്നതിൻ്റെ ഡയറക്ഷനിലുമായിരിക്കും കുഴിക്കുക. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുഴിയിൽ പരമാവധി വെള്ളം കെട്ടിനിൽക്കും. അതിനുശേഷമാണ് ഈ കുഴിയിൽ ചെടികളുടെ വിത്തുകൾ മുളപ്പിക്കുന്നതും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നത്. വർഷങ്ങളുടെ പഠനത്തിന് ശേഷമാണ് ഡെമിലൂൺസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചാൽ മണ്ണൊലിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാതെ തന്നെ മരങ്ങൾ വളർത്തിയെടുക്കാമെന്നും വിളനാശം സംഭവിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നും തെളിയിക്കപ്പെട്ടത്. ഡെമിലൂൺസിൻ്റെ ഉള്ളിലായി പച്ചക്കറി കൃഷിയും അവർ ചെയ്തിരുന്നു. കൂടാതെ ഇതിനകത്തായി ഒരുപാട് ഇലകൾ വളരുന്ന മരങ്ങളും അവർ വളർത്തിയിരുന്നു. അതവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരുപാട് ഇലകളുള്ള മരങ്ങൾ ഡെമിലൂൺസിൻ്റെ അകത്ത് വളർന്നു വലുതായാൽ അവയുടെ ഇലകൾ നിലത്തു കൊഴിഞ്ഞു വീഴുകയും കാലക്രമേണ ആ ഇലകൾ ചുറ്റും വളമായി മാറുകയും മണ്ണിനത് മോയ്സ്ചറൈസറായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ ഡെമിലൂൺസ് ഉള്ള സ്ഥലങ്ങളിൽ താപനില കുറയാനും കൂടുതൽ മഴ ലഭിക്കാനും ഈ ടെക്നിക്ക് ഉപകാരപ്പെടും. യഥാർത്ഥത്തിൽ ഡെമിലൂൺസ് എന്ന മെത്തേഡ് പുതിയതായി കണ്ടുപിടിച്ച ഒരു രീതിയല്ല എന്നതാണ് സത്യം. കാരണം പുരാതനമായി തന്നെ നിലനിന്നിരുന്ന ഒരു മെത്തേഡായിരുന്നത്രേ ഡെമിലൂൺസ് എന്നത്. എന്നാൽ ഈ മെത്തേഡ് കാലക്രമേണ ഇല്ലാതാവുകയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഈ മെത്തേഡ് വീണ്ടും പരീക്ഷിക്കപ്പെടുന്നത്. പുരാതന കാലം മുതൽക്കേ കർഷകർക്കിടയിൽ വായ്മൊഴിയായി പകർന്നു വന്നതാണ് ഡെമിലൂൺസ് എന്ന മെത്തേഡ്. ഈ മെത്തേഡിലൂടെ 50 ലക്ഷം ഹെക്ടേഴ്സ് പ്രദേശത്ത് 20 കോടി മരങ്ങൾ വളർത്തിയെടുക്കാനാണ് അവർക്ക് സാധിച്ചത്. ഇത് 2.5 മില്യൺ ജനങ്ങൾക്കാണ് ഉപകാരപ്രദമായി മാറുകയുണ്ടായത്. ഏതായാലും ഈ ഒരു ടെക്നിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.